കണ്ണൂര് കഴിഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള അല്ലെങ്കിൽ അവർ ഏറ്റവും വേഗത്തിൽ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ അടുത്ത ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒരൊറ്റ ഉത്തരമേ അതിന് കാണൂ. ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയാണ് കണ്ണൂര് കഴിഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഏറെ വേരോട്ടമുള്ളതും പാർട്ടി ഗ്രാമങ്ങളുള്ളതും എന്നുള്ളതാണ്. ഇവിടെ വിപ്ലവ ചരിത്രത്തിലെ പുന്നപ്രയും വയലാറും എല്ലാം ഈ കാർഷിക ഭൂമിയിലാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ സി കൃഷ്ണപിള്ള അന്തി ഉറങ്ങുന്നതും ഇവിടെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതോടുകൂടി തന്നെ ഇത് എത്രത്തോളം വലിയ വിപ്ലവ ഭൂമിയായിരുന്നു അല്ലെങ്കിൽ വിപ്ലവ ഭൂമിയാക്കാൻ ഇവർ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാലത്ത് ചെങ്കൊടി പാറിപ്പറന്നിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലുമെല്ലാം ഇന്ന് പാറിപ്പറക്കുന്നത് BJPയുടെ കാവി പതാകയാണ് എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ആലപ്പുഴ ജില്ലയിലെ സഖാക്കന്മാരെ ഇന്ന് ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന് ഒരു കാരണക്കാരനുണ്ട്. അങ്ങനെ കാരണക്കാരനില്ലാതെ ആ പാർട്ടി പതാക അവിടെ പാറിപ്പറക്കില്ലല്ലോ. ഇതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് MV ഗോപകുമാർ എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ സ്വന്തം ഗോപകുമാർ. ആലപ്പുഴയിൽ പാർട്ടിയെ സജീവമാക്കുന്നതിലും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും MV ഗോപകുമാർ പിന്നിട്ട വഴികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പോകേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ടുകൾ അവിടെ എത്രയായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. 3 ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും സമാഹരിച്ചത്. 1,80,000 വോട്ടുകൾ എന്ന സംഖ്യയിൽ നിന്നാണ് അതിൻ്റെ ഇരട്ടിയായ 3 ലക്ഷം വോട്ടുകളിലേക്ക് വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് MV ഗോപകുമാറിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പ്രധാനമായും പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലെല്ലാം വലിയ ലീഡ് BJPക്ക് ഉണ്ടാക്കാനും ഗോപകുമാറിന്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമങ്ങളും CPMന്റെ ഗുണ്ടായുസങ്ങളെ എല്ലാം തന്നെ നേരിട്ട് ബൂത്ത് പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം ശക്തമാക്കുക എന്നുള്ളത് ചെറിയ വെല്ലുവിളിയൊന്നുമല്ല ഗോപകുമാറിൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. അതെല്ലാം അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വളരെ ഭംഗിയോടുകൂടി ചെയ്തു തീർത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആലപ്പുഴ ജില്ലയിലെ BJPയുടെ വളർച്ച കേരള രാഷ്ട്രീയത്തിന് തന്നെ പിന്നീട് അത്ഭുതമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേ ഗോപകുമാർ ഇപ്പോൾ സ്വന്തം തട്ടകമായിട്ടുള്ള ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗോപകുമാർ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ചങ്കിടിക്കുന്നത് LDFനും UDFനുമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ തന്നെ LDFും UDFും തമ്മിലുള്ള മത്സരം എന്നുള്ള നിലയിൽ നിന്ന് ഒരു ത്രികോണ പോരാട്ടം അവിടെ ഉടലെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗോപകുമാറിനെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതായി ഇപ്പോൾ LDFനും UDFനും ജയിക്കുക എന്നുള്ളതിലുപരി ഇവരുടെ ആദ്യത്തെ അജണ്ട എന്നുള്ളതാണ് മറ്റൊരു കാര്യവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.